കാസർഗോഡ് വീടിന്റെ മതിലിടിഞ്ഞ് വീണ് സഹോദരങ്ങൾ മരിച്ചു. ആദൂർ സഞ്ചക്കടവിലുണ്ടായ അപകടത്തിൽ മരിച്ചത് 16ഉം 14ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ. അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. നാളെ പ്രഖ്യാപിച്ചിരുന്ന അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. ബി അശോകും എൻ പ്രശാന്തും തിരികെ സർവീസിലേക്ക്. സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ സുരേഷ് കുമാറിന്റെ പുസ്തകം. വി.എസ്. സർക്കാരിന്റെ തുടർഭരണം ഇല്ലാതാക്കിയത് പിണറായി വിജയൻ. 2011-ൽ 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും ആരോപണം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിന് തിരിച്ചടി. നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കണ്ടെത്തൽ. വിചാരണ നേരിടേണ്ടത് 28 പ്രതികൾ. ഇ ശ്രീധരന്റെ അതിവേഗ പാത പദ്ധതി പഠിക്കാൻ സർക്കാർ 4-അംഗ സമിതിയെ നിയോഗിച്ചു. ഗതാഗത സെക്രട്ടറി അധ്യക്ഷൻ 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ജന്തർ മന്ദറിൽ കോക്രേച്ചു പാർട്ടിയുടെ പരസ്യ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. വിദ്യാഭ്യാസ മേഖലയിലെ ഡിജിറ്റലൈസേഷൻ അടക്കം 5 ആവശ്യങ്ങളും. പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് കെ ഡൽഹിയിലെത്തിയത് അമേരിക്കയിൽ നിന്ന്. രാജ്യ തലസ്ഥാനം കനത്ത സുരക്ഷയിൽ. തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണത്തിൽ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് തകരപ്പറമ്പ് കുട്ടൻ. മകനെയും അച്ഛനെയും റോഡിലിട്ട് തല്ലിച്ചതച്ചത് വാഹനത്തിന് സൈഡ് ചോദിച്ചതിന്. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ചൊവ്വാഴ്ച. മർദ്ദന ദൃശ്യങ്ങൾ 20 തവണ കണ്ട് കോടതി. മൊഴിയെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പൊട്ടിക്കരഞ്ഞ് ഗ്രേഡ് എസ്.ഐമാർ. ഫയലുകൾ തിരുത്തിയത് ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം. വൈഭവ് സൂര്യവംശി 2020 ഇന്ത്യൻ ടീമിൽ. ശ്രേയസ് അയ്യർ ടീം ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവ് ടീമിൽ നിന്നും പുറത്ത്. സഞ്ജു സാംസൺ ടീമിൽ തുടരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.